ലോക്കലി മെയ്ഡ്. എന്താണ് പരിപാടി എന്ന് പറഞ്ഞൂടെ? അങ്ങനെ വെറുതെ ആ വഴിയിലൂടെ വെറുതെ ഒന്ന് പോയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു. കയറാമെന്ന് കരുതി ടിക്കറ്റ് എടുത്തു. അല്ല, അത് നമ്മുടെ എൻട്രി കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ ഉള്ള വിഷ്വൽസാണ്. എന്താ ഭംഗി! എന്തിനാണെന്ന് അറിഞ്ഞൂടെ? 2 പേർക്കും കൂടെ 400 രൂപ ടിക്കറ്റായി. അതിനുശേഷം നമ്മളിങ്ങനെ പയ്യെ ഇങ്ങോട്ട് കയറി. ഇത് സ്ഥലത്തിൻ്റെ പേരെന്തോടാ? കനകക്കുന്ന് കൊട്ടാരമാണ്. അതിനകത്താണ്. അതാണ് എൻട്രി പോയിന്റ്. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ഇങ്ങോട്ട് വന്നു തുടങ്ങി. പക്ഷെ വേറെ ഒരു കോമഡി ഉണ്ട്. ഇതൊക്കെ കിട്ടുന്നുണ്ടോ തമ്പുരാനെ? കാരണം നൈറ്റ് വിഷൻ നല്ല അപാര ക്ലിയർ ആയതുകൊണ്ടേ. പറയൂ, താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? എന്തൊരു മൈന പറഞ്ഞ അവിടെ എന്തോടാ നമ്മൾ പറഞ്ഞത്? ആക്ച്വലി പറഞ്ഞത് അവൾ കേട്ടത് കൈസർ ഇവൻ പേര് പറഞ്ഞ് തെറ്റിച്ച് അവിടെ അവർ പേര് ചോദിച്ചപ്പോൾ. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ അകത്തോട്ട് വന്നപ്പോൾ ഓരോരോ സ്റ്റാളുകൾ കണ്ടു. അങ്ങനെ സ്റ്റാളുകൾ ഫുൾഫിൽ ഡെലിവറി റിയൽ ഫുഡ് റിയൽ ഡോഗ്. പട്ടികളുടെ ഫുഡാണ്. എടാ കുട്ടാ, തീറ്റ വേടിയിട്ട് മനെ നിനക്കുള്ള നിനക്ക് വേണ്ടേ? ഫുഡ് വേണ്ടേ? ഇത് മൊത്തം ഡോഗ്സിനുള്ള സംഭവങ്ങളാണ് കേട്ടോ. പീഡിയ മൊത്തം ഇല്ല. ഇവിടെയൊക്കെ പീഡിയ കൊണ്ട് വെറുതെ കിടക്കുകയാണ്. നിൻ്റെ തല കാണിക്കില്ലേ? എനിക്ക് ബ്ലർ ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫേസിൽ, കാരണം ഇത് എടുക്കുന്ന ആളെ കൂടെ വരുന്ന ആളുടെ ഫേസ് കാണിക്കൽ ചടങ്ങില്ല. അതുകൊണ്ട് ഞാനും ബ്ലറാണ്. മൊത്തം ജാപ്പനീസ് ബ്ലർ പോലെയാണ് പോകുന്നത്. ഇത് മൊത്തം എടാ ഇത് പട്ടികളുടെ എന്ത് വേണ്ടാ? നമുക്ക് വരി തെറ്റിയില്ല. പാമ്പാ? പാരറ്റ് വന്നേ. അവൻ പാമ്പിനെ ഫീൽ ചെയ്തതാണ്. എന്റെ തല കാണാനില്ലടാ. ഞാൻ പറയണം, തറയിൽ പോയി കഴിഞ്ഞാൽ ഓടുന്നു. നിനക്ക് വെക്കണോ തോളില്? അതിനുള്ള ധൈര്യം നമ്മളെ സമയം അനുസരിച്ച് ചിലപ്പോൾ എടുക്കും. അതാണ് ആ പാമ്പ്. എടാ ഇത് അനിമൽസിന്റെ എന്തോ ഷോ ആണടാ. നടക്കുന്ന പെരുമ്പാമ്പ്. ഓ അറിയാൻ തലയൊക്കെ പോക്കിയിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നു, ഇത് കണ്ടിട്ട് കുറേ സ്റ്റാള് ഇങ്ങനത്തെ പരിപാടികളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നേടാ ഇത് അനിമൽസിൻ്റെ എന്തോ ആണ്ട്രാ. അനിമൽസിൻ്റെ എന്തോ പരിപാടി. പൈസ പറ്റിച്ചേണ്ട. ഞാൻ ഈ പാട്ടൊക്കെ വെച്ച് DJ ഇരിക്കുമെന്ന് വിചാരിച്ച് കയറിയതാണ്. പട്ടി, പാമ്പ്, കിളി പക്ഷി. നമ്മൾ പക്ഷിരാജനായി. പക്ഷിരാജൻ. അത് കൊള്ളാം. മനുഷ്യരില്ലേ പിള്ളേ, നമുക്ക് പറ്റിയ വെറൈറ്റികളുണ്ടോ നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും കിളികളെ തപ്പി ഇറങ്ങാം. എന്താ ബ്യൂട്ടിഫുൾ വൈബ്. കൊള്ളാം. പടിയുള്ള സ്ഥലം പറയണം മോനെ. പല്ല് പോവില്ലെങ്കിൽ ഞാൻ തട്ടിയടിച്ച് വീഴൂടാ. എടാ ഇത് എന്താടാ അത് കാണിക്കടാ. എടാ ലോക്കലി മേട് മരങ്ങളടാ. മരങ്ങൾ നട്ട് വെച്ച് ലോക്കലി മേടെന്ന് പറഞ്ഞ് പറ്റിക്കണടാ. എടാ പറ്റിക്കണടാ പട്ടികളെ. ഇതെന്തിനാണ് പരിപാടി? ഇതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എടാ ഇത് എന്തോ പരിപാടി? ഓ പട്ടികളെ കൊണ്ടുള്ള DJ ആയിരിക്കും ചിലപ്പോൾ. പാമ്പിനെ കറക്റ്റ്. പാമ്പിനെ കൊണ്ടുള്ള DJയും പട്ടികളെ കൊണ്ടുള്ള DJയും ആയിരിക്കണം. ഹായ് ഹണ്ടർ ഹെൽമെറ്റ്. എടാ ഹെൽമെറ്റ് വേൾഡ്. അപ്പോൾ ബൈക്ക് റൈസ് ഉണ്ട്. നീ എൻ്റെ ഫ്രെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട പൊക്കായിരിക്കോ? കൊടയൊക്കെ മാറ്റി പോയി അങ്ങോട്ട് മയില്. ആളെന്തോ അവിടെ നിന്നിട്ട് ഇതാക്കുന്നുണ്ട്. അവനതെങ്കിലും ഉണ്ട്. നിനക്ക കുറ്റം പറയാൻ പറ്റില്ല. എടാ ഇതേ ഇവിടം
വരെ നമ്മൾ എത്തി. പക്ഷെ ഇത് സംഗതി DJ ആണ്. അത് കലക്കി പിന്നെ ഈ പരിപാടിയൊക്കെ കൊള്ളാം. ഇത് തുടങ്ങിയില്ലാന്ന് തോന്നണ, ഇനിയേ തുടങ്ങോളും തോന്നണ. ഇനിയേ തുടങ്ങോളും തോന്നണ. നൈറ്റ് ആയിരിക്കും. അടിപൊളി കേട്ടാ, ലൈറ്റൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത്. ആ മരത്തിൽ ചുറ്റിട്ടുണ്ടാവേ, ആ മരത്തില് അടിപൊളി കേട്ടാ. എനിക്ക് ഏറെക്കുറെ ഒരു പിടി കിട്ടി. ഇത് അനിമേ ഗുല്ലി കോസ്പ്ലേ. ഇത് കോസ്പ്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒന്നോ എനിക്കൊരു പിടിയില്ല. എനിക്കിപ്പം അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പുറത്തോട്ട് പോയി, ആറ്റത്തോട്ട് പോയിട്ടുണ്ടോ? ഡിനോസിന്റെ പ്ലഗീലസേ ഉള്ളൂ. ഇവിടെ ക്യാമറയുടെ എന്തൊക്കെ എടുത്താപ്പിയാണ്. ഇതൊക്കെ അറിയുന്നറിയും. എനിക്ക് ഇതേപോലത്തെ സാധനങ്ങൾ മതി. ഹെൽമെറ്റ് വേൾഡ് എന്തായാലും കണ്ട് നടക്കാം. അതെ പോലീസാർ കോസ്പ്ലേ. എനിക്ക് പോലീസാർ നിന്നിട്ട് പോലീസ് തന്നെ നിങ്ങൾ കോസ്പ്ലേ അല്ലേ? നിങ്ങൾ സത്യം പറ, നിങ്ങൾ സത്യം, നിങ്ങൾ കോസ്പ്ലേ അല്ലേ? കൊള്ളാം, നല്ല കോസ്റ്റ്യൂം. അത് അവിടെ കൊണ്ട് സത്യം. ഇതാണ് ബൈക്ക്. അത് നിനക്ക് പറ്റുമോ നോക്കണം. സൈലൻസർ നിന്റെ സൈസ് ഓട്ടിക്കാരല്ലേ? മരാങ്കളും റാഡ്ജർ. വാ എടാ, അവിടെ എന്താടാ? അത് എടാ, അത് ഗേൾസ് ഫോർ ഗേൾസ്. അത് വേറെ ഉണ്ടാ? അത് വേറെ എന്തോ അല്ലല്ല, അതെന്തോ കോസ്പ്ലേ പോലത്തെ സെറ്റപ്പാ. പയമ്പാണത്. പോടാ, ഇതെല്ലാം 10-25 ലക്ഷം രൂപ വണ്ടിയാണ്. ബെല്ലിയാണോ? നീ ഏതെങ്കിലും ഉറപ്പീര് പേര്. എടാ ബെല്ലിയുടെ വണ്ടി തന്നെ കേട്ടാ. ആ കൊള്ളാം. മായ്ക്കുന്നില്ല, അവളും വരയ്ക്കല്ലേ? വേറെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും കേൾക്കത്തില്ല, മുഴക്കം മാത്രമേ എനിക്ക് ഉറപ്പാണ്. കണ്ടോ? ഇനി അടുത്ത സെക്ഷൻ അത് തോന്നുമ്പോഴേക്കും ഇവിടെ കോസ്പ്ലേ ആണെന്ന്. കോസ്പ്ലേ അല്ലടാ, അത് അതിലും പറയും. അതൊരു വെറൈറ്റിക്ക് വേണ്ടി അത് ചെയ്യുന്നതായിരിക്കും. ഷോ എടാ, ലൂഫിയുടെ പടം ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഓ മാൻ, ഇവ ആരാണെന്നറിയാം മോനൊക്കെ? ഡോ ഫ്ലമിംഗോ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ.
ഭ്രാന്തന്മാർക്ക് പറ്റിയ സാധനം ഇറ്റാച്ചി. നമ്മൾ ഫസ്റ്റ് കേരളത്തിൽ ഫസ്റ്റ് ആൽബം മെർച്ചൻഡൈസ് നിങ്ങൾ ഷോപ്പായിട്ടുണ്ടോ? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊച്ചിയിലോ ബാംഗ്ലൂരിലോ. ഓ ശരി. നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. ഇത് ഡിസ്പ്ലേ ആണോ സെല്ലിംഗ് ആണോ? അത് ഇത് ആക്ച്വലി സെല്ലിംഗ് സെല്ലിംഗ് ആണോ? എങ്ങനെ വരുന്ന പ്രൈസ് ഒക്കെ? ഇപ്പോൾ 799 ഈ ഡിസൈൻസ് എല്ലാം നിർത്താൻ പോകും. വി ആർ പ്ലാനിങ് സംതിങ്. ഓഹോ കൊള്ളാം കേട്ടോ. ഓക്കെ ബ്രോ, ഓൾ ദി ബെസ്റ്റ്. കസ്റ്റമർ റിയർ ബക്കറ്റ്. ഹായ്. ഡോൺ ഹോക്സ് കൊള്ളാം. എടാ എറിഞ്ഞ് പിടിപ്പിക്കണ അപ്പുറത്തോടെ പോയാൽ അവൻ പട്ടമൊക്കെ കേട്ടോ അതിൻ്റെ. എക്സ് പ്രൈം വണ്ടി കൊടുത്താൽ പടമാക്കി തരും. കൊള്ളാം കേട്ടാ. ലാസ്റ്റ് ഓഫ് അസ് മങ്കേടിയിലെത്തി. ഇത് എടാ ഇത് മറ്റേ എംബർ ആയതിനു ശേഷമുള്ളതാണ്. ഇത് ഗിയർ 5. ഗിയർ 5 അതിന് എംബറിനായതിനു ശേഷമുള്ളതാണ്. അല്ലല്ല 3 ബില്യൺ തന്നെ, 3 ബില്യൺ ബെറീസ് തന്നെ. 3D പ്രിന്ററാണ്. 3 ബില്യൺ ബെറീസ് തന്നെയാണ് പറയുന്നത്. ഇത് 3D പ്രിന്ററാണ്. കമ്പനി ആംബുലാൻസ് റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അനിമേനാണ് അറിയാം. ഗോക്കു ഡീമൺ സ്ലെയർ. എടാ ഡീമൺ സ്ലെയർ എന്തൊക്കെ വെള്ളം തെറിച്ചു പോവാ. ജസ്റ്റ് ഒന്നിൻ്റെ അത് കയറി ഒന്ന് ഓണ്ടപ്പെടുത്തില്ല. നീ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും? ഇത് എനിക്കറിയാം പന്തലാണെന്നുള്ളത്. ഓ അല്ല അറിഞ്ഞൂടല്ലോ. ഓ തട്ടാണ്ട് പേയ്മെന്റാ? പഠിക്കാനാ? ചുമ്മാ എടാ ഇവിടെ എല്ലാം ഫ്രീ ആണെന്ന് കേട്ടാ. ഇത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് എന്തുകൊണ്ടാണ് എന്താ സംഭവം ഉദ്ദേശിക്കുന്നത്? കുറച്ച് കമ്മ്യൂണിറ്റിയോട് ചെയ്യുന്ന പരിപാടിയുണ്ട്. ലൈഫ് ക്ലാസിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, ബോർഡ് ഗെയിം ഉണ്ട്, കാർഡ് ഗെയിംസിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ക്രോസ് പ്ലേ കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നത് നമ്മുടെ ജെൻസി വിഭാഗം ഇല്ല. എല്ലാ ഏജിലുള്ളവരും ഉണ്ട്. 50 വയസ്സുള്ളവരും ബ്രോ എടാ ട്രൈ ചെയ്ത് നോക്കിയാം. നമ്മുടെ ചെക്കൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ആലോചിക്കാം. രണ്ടുപേരുണ്ടോ? പിടിക്കാം. സൂപ്പർ. ഓക്കെ ഒന്നാണല്ലേ? ഇത് മറ്റേ നമ്മൾ ഇടുന്നതല്ലേ കമ്പിയില്? ഓ ബാലൻസ് ചെയ്ത്
പിന്നെ റോസ്. സാധാരണ മാത്രമല്ല ബാക്കിയുണ്ട്. രണ്ടെണ്ണത്തിൽ വയ്ക്കാമോ? ആ, അപ്പോൾ ഒന്നിൽ വയ്ക്കാൻ പറ്റും. എന്നാണ് നടക്കുമോ? ലാസ്റ്റ് പീസ് മുത്തേ, ഇതിവിടെ നീ വെച്ച മാർവലസ്. വിന്നറില്ല. ക്ലോസ്. ജയിച്ചറ രണ്ടുപേരും കോമൺ ടൈ ജയിച്ചു. ബ്രോ, താങ്ക് യു ബ്രോ, വെൽക്കം. ഇത് ഇളകിയിടല് കംപ്ലീറ്റ്. ഹെൽപ്പ് ചെയ്യടാ. ഓക്കെ. ഇവിടെ പല ഗെയിംസ് ഉണ്ട് കേട്ടോ. അതെന്തോടാ അത് പൈമന കളിക്കുന്ന റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് അപ്പാസോട് പോകാം. അവിടെ കൊള്ളാം. ചീട്ട് കളിയാ ചീട്ടായിട്ടോ അതുകൊള്ളാം. അത് ചീട്ടല്ലേ? നമ്പരാണ്. ഹായ് ഹൽക്ക്. നമ്മുടെ ഹൽക്ക്. ഇത് വല്യപ്പാപ്പ, ചെറിയ പാപ്പ, അത് കൊച്ചാപ്പ. നീ എന്താ കൊച്ചാപ്പാപ്പ? ആയി കാറ്റോട്ട് കുറച്ചു നേരം കാറ്റോട്ടിട്ട് പോ. നല്ലൊരു വീഴ്ച കേട്ടോ. നല്ല വേണം അല്ലേ? ക്യാമറ അടങ്ങി. അത് കണ്ട RC കാർസ് അതുള്ള കേട്ടാ. അത് കട്ട വീടാണ്ട് കൊണ്ടുപോകാം. അതുള്ള നൈസ്. അവിടെ അതിൻ്റെ ഡ്രൈവർ അവിടെ ഉണ്ട്. ഡ്രൈവർ എന്നാണ് ഇവിടെ നിന്ന് ഓട്ടിക്കുന്നത്. അല്ല ഇനിയും വരും. കണ്ടോ? തന്നെ അവിടെ എട് നമുക്ക് മരം വെട്ടാണ് പണി. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മരം വെട്ടി ജീവിക്കലാണ് പണി. പാപ്പ പണ്ട് കൊട്ടോടി അതുകൊണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ പരിപാടിയായിരുന്നു പാപ്പാക്ക്. അതുകൊണ്ടാണ് ഉപ്പാക്ക് തണ്ടല്ലായിരുന്നു. പാപ്പാക്ക് കൺസ്ട്രക്ഷൻ പരിപാടി കൊട്ടോടിയെന്ന് പാപ്പ. മരം വെട്ടി നമ്മൾ ഉപ്പാപ്പ രണ്ടില് നമ്മളുണ്ട്. കൊള്ളാം കേട്ടോ. എനിക്ക് മനസ്സിലായി. കൊള്ളാം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ജസ്റ്റ് എടുക്കട്ടെ, കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതെന്താണ് പരിപാടി എന്നുള്ള കേസ് മനസ്സിലായില്ല. അപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് എന്താണെന്നുള്ള പിടി കിട്ടിയത്. ആ പിടിക്കാം. നിന്റെ സാധനം എത്തിയോ? പിടിക്കാം. എടാ സോറോടെ വാള് എടാ നൈസറാ. അത് കണ്ടില്ല ഏട്ടാ. എടാ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. ഉള്ളടാ നൈസ്. എൻമ നമ്മളെ എൻമ. ഇതാണ് നമ്മുടെ എൻമ.
നമ്മളെ കൂടെ മുറിയും ബാബാ കൊള്ളാം. ഇനി നമ്മൾ താഴോട്ടാണ് പോകണം, അങ്ങോട്ട്. നമ്മൾ താഴോട്ട് പോവുകയാണ്. അത് കേട്ടോ, ഇതങ്ങ് താഴെ ഇറങ്ങി പോണല്ലോ മുത്തേ. പറവാടികൾക്കുള്ള അവിടെ നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. നൈറ്റ് വിഷൻ ക്യാമറയൊക്കെയുള്ള നല്ലൊരു സാധനം ഉണ്ടെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് കിട്ടും. ഫോട്ടോയ്ക്ക് പറ്റിയ ആംബിയൻസ് ഉള്ള ഫോട്ടോസിന് എങ്ങനെയാണ് വേണ്ടത്? നല്ല വെളുത്തിരിക്കുന്നത്. എൻ്റെ ക്യാമറയ്ക്ക് നൈറ്റ് ഇത്രയും ക്ലിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് കാണുമ്പോൾ അറിയാം. ലാസ്റ്റ് ഇറക്കുമ്പോൾ മറ്റേ ചെറിയ മറ്റേ ഗ്രെയിൻസ് വീണ പോലെ ഇരിക്കും, അറിയാൻ പറ്റില്ല. ലേഡീസിൻ്റെ അതാണ് തോന്നുന്നു. ലേഡീസ് സ്റ്റാളാണ് കേട്ടോ. നേരെ കുഴിയിൽ വീട്. ബിഗ് കോസ്മെറ്റിക്സ്. ഞാനതൊക്കെ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കയറി നോക്കുന്നില്ല, കാരണം എല്ലാം ലേഡീസ് സ്റ്റഫ്സാണ്. അപ്പം ജസ്റ്റ് കയറി കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഞാനത് പെട്ടെന്ന് കയറിയപ്പോൾ എല്ലാം ഒന്ന് കാണുന്നു. കൗതുകം. വള വേണോ മറ്റേ പക്ഷേ ഇടാൻ കൈകളില്ലല്ലടാ. വള വേണോ? നീരാല്ല. ഓ അത് ഡ്രസ്സാണ്. എനിക്ക് ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. വ്യത്യാസം NGO. ഹായ്. സാർ ഇത് വന്നിട്ട് മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളും ഡൗൺ സിൻഡ്രോം പേഴ്സണും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ആണ്. ഡിഫറെന്റ് പേഴ്സൺസ് ഉണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് സെല് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സെല് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അല്ല ജസ്റ്റ് നോക്കാം. എടാ ഇത് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളില്ലേ, അവർ ഓൺ ഇതായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളായിട്ടാണ്. അത് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെന്നെ സെല്ല് ചെയ്യണം. ഇവിടെ ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളില്ലേ, ഓട്ടിസം അതുപോലെയൊക്കെ ബാധിച്ച കുട്ടികൾ, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്. അതുള്ള കേട്ടോ പരിപാടി. നീ ഇത് കണ്ട ഈ ചെടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓ ശരി. ഓഹോ ഇത് പെയിൻറ്റും ചെയ്യുന്നല്ലേ അല്ലേ? അവർ പെയിൻറ്റും ചെയ്തെടുക്കുന്നല്ലേ? ഓക്കെ, കൊള്ളാം കേട്ടോ. അതൊരു ഒരു ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണത്. കാരണം അവർ ആ ഒരു അണ്ടർ പ്രിവിലേജ്, പിന്നെ അണ്ടർ പ്രിവിലേജിലുള്ള പിള്ളേരെ
അടുത്തൊരു പരിപാടി ചെയ്യുന്നത് അതൊരു വല്ലാത്ത സംഭവം തന്നെ. അത് നോർമൽ പീടിയ. നിനക്കൊരു കുലിസ് വാങ്ങിച്ചോ? കുലിസോ? ഇപ്പം തന്നെ കിളിക്കാൻ മണിയുണ്ട്, ഇനി വേറെ കുലിസ് വേണം. ഇനി വീണ്ടും എന്തിൻ്റെ കുലിക്കുന്നത്? അടച്ചു കുറച്ചേരത്തെ ഇതെന്താ ഗോൾഡ് പോലെ എന്തോ ഈ സ്പ്രേ ആണോ അത്? നല്ല മണം എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ്, നല്ല മണം. ലേബൽനെസ് അതല്ല കേട്ടെ. അപ്പുറത്തോടുണ്ടാ, അങ്ങോട്ടും ഉണ്ടാ ഹൈറുനിസ എന്നൊക്കെ പറയുന്നത്. അതുള്ള ലോക്കലി മേഡ്. എനിക്ക് തോന്നുന്നു ഇത് ഇത് ഒന്നല്ലേ കൊമേഴ്ഷ്യൽ പർപ്പസും കൂടെ, എൻ്റെ പൊന്നു പറ്റി കൊമേഴ്ഷ്യൽ പർപ്പസും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കണക്ക് തുടങ്ങാനേ. കാരണം ഒരുപാട് ഇത് വേറെ ഉണ്ട്, ഇതെല്ലാം കൂടെ ഏകോപിപ്പിച്ചിട്ട് കംപ്ലീറ്റ് സെല്ല് ചെയ്യുന്ന ചെയ്താൽ കൊള്ളാം, രസമുണ്ട്. ജുനൂൻ ബൈ മായ. ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് തുടങ്ങുന്നതിനാണ്. അടുത്തില്ല, അങ്ങോട്ട് ഷോപ്പുണ്ട് താ. ഇത് നമ്മൾ ഈ പറയുന്ന ഓർണമെൻറ്റ്സ് കാര്യങ്ങളുപോലെ തന്നെ. അവിടെ എന്താടാ അത്? ജ്യൂസാ? ചായപ്പീടിയാണോ? കട്ടൻ ചായ. കമാ കട്ടൻ ചായ കുടിക്കാം. പരിപാടി കൊള്ളാം. അപ്പുറത്തോട്ട് പോകാം. പിന്നെ അത് ഡ്രസ്സിൻ്റെ സീരിയസ് ഞാനൊരു കേസ് പോയി കേട്ടോ. ഇതിൽ സീരിയസ് ആയിട്ട് പറയണമെങ്കിൽ ഇതിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ട് അതായത് പേഴ്സണലായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഏതാ നോക്കിയാലേ നോക്കണം. പെട്ടെന്ന് ഒറ്റ മൈൻഡ് പെട്ടെന്ന്. ഇത് വളരെ ബേസിക് മോഡലാണ്. ഇത് നമ്മൾ ടച്ചോളി ഇൻസ്പയർ ചെയ്തിട്ട് മമ്മൂട്ടിയുടെ മൂവി ഇൻസ്പയർ ചെയ്തേക്കുന്നതാണ്. 240 ആണ് ഇതിൻ്റെ GSM വരുന്നത്. അണ്ടറിൽ ലൂബ് നെറ്റ് ആണ്. വളരെ ബ്രീത്തബിൾ ആണ്. സമ്മറിൽ വളരെ പെർഫെക്റ്റ് വണ്ണാണ്. അതുപോലെ തന്നെ സ്ക്രീൻ പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. DTF ഒന്നും അല്ല ലോക്കൽ. നമുക്ക് വലിച്ചു നോക്കുമ്പോൾ തന്നെ ആ പ്രിന്റിന്റെ ക്വാളിറ്റി മനസ്സിലാവും. വളരെ രണ്ടെണ്ണം 299. അതെ, അത് 300 രണ്ടെണ്ണം കിട്ടും. 1000 അതുണ്ടായിരുന്നില്ലേ? ഞാൻ പെട്ടെന്നൊന്ന് വിജിലിപ്പിച്ചു. ഞാൻ കുറച്ച് കൊള്ളാം കേട്ടോ. പെട്ടെന്ന് 1000 കേട്ടില്ലായിരുന്നു. കൊള്ളാലോ. കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഇത് ആസിഡ് വാഷ് ആണ് വരുന്നത്. മെഡ്യൂസ തീമിൽ ബ്യൂട്ടി ഇൻസ്പയർ ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ എത്ര എന്നവരുണ്ട് പരിപാടി? നാളെ ഉള്ളൂ. തീർന്നു. ഒരാഴ്ച തുടങ്ങിയിട്ട്? ഇല്ല, 3 ദിവസം. ശരി. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കണം കേട്ടോ, എല്ലാം ഒന്ന് ജസ്റ്റ് റെക്കമെൻഡ് വൈശാ ഗാർഡൻസ്. നീ അത് പറയും വൃത്തികെട്ടവൻ. ഇതല്ല കേട്ടോ, ഇങ്ങനെ കിടക്കാത്തതുകൊണ്ട് കമ്പലൊക്കെ പിടിച്ചിട്ടൂടെ എനിക്ക്? പേര് ജസ്റ്റ് ഒരു ഡോക്യുമെന്റിങ് കേട്ടോ. എടാ ഇത് ചിരട്ടയിലാണ് ചേരിക്കുന്നത്. പൂച്ച ഉണ്ടോ അവിടെ? നീ കുഴി ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ചിലപ്പോൾ ചെളി വീണിട്ട് അറിയുള്ളൂ. ഹൗസ് ഓഫ് ബൈ പല്ലവി അതല്ല. ഒന്ന് എല്ലാം ഡോക്യുമെന്റ് ചെളി മാറിപ്പോടാ.
മതി. പിന്നെ കടയിൽ ആ ഇത് നമ്മുടെ ലൂഫീൻ്റെത് ടു ബി കണ്ടിന്യൂഡ്. കൊള്ളാം. I saw that. കൊള്ളാം. ഇത് പോസ്റ്റർ, റൂമിലൊട്ടിക്കുന്ന പോസ്റ്റേഴ്സ് ഏട്ടാ. ഇതൊരു കാര്യം ശ്രദ്ധിച്ചാ, അവിടെ വേറെ സോങ്ങും കാര്യങ്ങൾ വൈബൊക്കെ ആണെങ്കിലും പുള്ളി ഇവിടെ വേറെ വൈബാണ്. ബൈറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ബേണേഴ്സ്. ഓ ലാസ്റ്റ് ആയിട്ടാണ് അതുള്ള നോട്ട് ബൈറ്റ്. ഏതാ? നോ 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 ജസ്റ്റ് ഉണ്ടോ? എടാ സ്പൈഡർമാൻ്റെ ഭാവമാണ്. സ്പൈഡർമാൻ സ്പൈഡർമാൻ Who is Spider-Man? എടാ സൂപ്പർമാൻ ഉണ്ട് കേട്ടോ, എൻ്റെ ബാക്കിലുണ്ട് ആള്. സൂപ്പർമാൻ ഉണ്ട്, അതിൻ്റെ ബാക്കിലുണ്ട് ആള്. സൂപ്പർമാൻ. ഹെന്ന വയസ്സോമ കേട്ടോ, അവിടെ ഹെന്ന ഇടുന്നു. നീ നിൻ്റെ കൈ കൊണ്ട് കൊടുത്തേ, കുറച്ച് മൈലാഞ്ചിരട്ടെ. ഇവിടെ മറ്റേ ഡിസൈനൊക്കെ ചെയ്തു തരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മൈലാഞ്ചിയില്ല, മൈലാഞ്ചിൽ ശരിയാണ്. ടാറ്റു അടിക്കുമ്പോൾ മൈലാഞ്ചി അടിച്ചാൽ പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ല, ശരിയാണ്. പേര് പറയല്ലേ അതിനകത്ത്. ആ ഇതെന്ത് സംഗതി എന്താ? ശകലം ശകലം പാതി പാതി കിട്ടും. അല്ല കുറച്ച് അത്ര ഇട്ടോ, കുറച്ച് ശകലം 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 തരും തരും തരൂല്ലേ? കുറച്ചിട്ടെ 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 ശകലം ശകലം. ആ മതി. 12 നട്ട്സും സ്വീറ്റ്സും മിക്സ് ചെയ്തിട്ടുള്ള ഹെൽത്തി മിക്സാണ്. 12 നട്ട്സും കാഷ്യൂ പിസ്ത ബദാം സ്വീറ്റ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി പ്രൊഡക്റ്റാണ്. പ്രോട്ടീൻ പൗഡറിനൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആമസോണിൽ വിൽക്കുന്നുണ്ടോ? ആമസോണിലും ഷോപ്പിഫൈയിലും നമുക്ക് പ്രൊഡക്റ്റ്സ് അവൈലബിളാണ്. ഓ അത് ശരി. പിന്നെ ട്രൈ ചെയ്ത് ഈ മഴയത്ത് കോഴിക്കോട് നമ്മളിത് സാറിന് വേണ്ടി കൊണ്ടുപോകാൻ വിചാരിച്ചത്. കാലിക്കറ്റ് മലപ്പുറമാണ് നമ്മുടെ ഫ്രണ്ടിന് മുമ്പ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. പിടിച്ചോ അവിടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതാണ് പ്രോഡക്റ്റ് അല്ലേ? ചുക്ക് കാപ്പി ഉണ്ടോ? ഓ അത് ശരി. ഇത് പൗഡർ ആക്കിയിട്ട് നിങ്ങൾ ഇത് ജസ്റ്റ് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് കുടിക്കാം. ഓ അത് ശരി. ഇതിലുള്ള മധുരം എന്ന് പറയുന്നത് ഷുഗർ അല്ല, ജാഗറാണ്, ഓൾറെഡി ആഡാണ്. ജസ്റ്റ് ഡയറക്റ്റ്ലി വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കാൻ കുടിക്കുന്നത് വയറിനൊക്കെ ഏറ്റവും നല്ലതായിട്ട് കൊടുക്കാം. ഈ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചായ ഹാബിറ്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു കപ്പിൽ സ്പൂൺ ഇടുക, നല്ല രീതിയിൽ തിളപ്പിക്കാം. ചുക്ക് കാപ്പിയുടെ ഐറ്റം തന്നെ, ടേസ്റ്റും അത് തന്നെ. നല്ല രീതിയിൽ തിളപ്പിക്കാം. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെയാണ്. കൊള്ളാം. ഇപ്പോൾ അതൊരു ഇതായിട്ട് ഇറക്കിയത് കൊള്ളാം. കാരണം ഇപ്പോഴുള്ള പുതിയ പിള്ളേർക്കൊക്കെ നല്ലതാണ്. ഓൺലൈനിലാണ് നമ്മളൊക്കെ മുമ്പ് തൊണ്ട വേദന കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത് കുടിക്കാറുണ്ടായിരുന്നു. കൊള്ളാം. ബോട്ടിൽ ട്രൈ ചെയ്തു. 180 ആമസോൺ പ്രൈസ് ചെയ്യുന്നത് നമുക്ക് 160 നീ എടുത്തോ? എനക്കാണ് എടുത്തോ? എനിക്ക് വേണ്ടടാ, ഞാൻ കുടിച്ചടാ. ആ നീ എനക്കാണ് എടുത്തോ? 180 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 180 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് 300 സാറും കൂടി വാങ്ങിക്കണം. അല്ല അതുകൊണ്ടല്ല, എൻ്റെ ഉമ്മ നല്ലപോലെ ചുക്കാപ്പി ഉണ്ടാക്കാം. ഇതൊന്നും കൊടുത്തു ഞാൻ കുടിച്ചു. കാരണം ഏറെക്കുറെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. കൊള്ളാം. വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെ. കൊള്ളാം കൊള്ളാം. ഗുഡ്. ഇതൊരു 10 എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല കേട്ടോ. ഇത് ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് കാരണം ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് പുതിയ പുതിയ ആൾക്കാർക്ക് ട്രൈ ചെയ്യാനും പുതിയ പുതിയ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു സംഭവം കൊള്ളാം. ഇത് ആരുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണെങ്കിലും കൊള്ളാം. അളിയനവിടെ എടുത്ത് അളിയനെ ചുക്കാപ്പി കൊണ്ട് അളിയനെ കൊണ്ടേ വരുള്ളൂ. പോയി മൊത്തം കട മൊത്തം മേടിച്ച് എഗിരി പറഞ്ഞിട്ട് കൊണ്ടുപോയി. ചുക്കാപ്പിനെ സംഭവം പറ്റിയിട്ട് അറിയാന്നുള്ളതൊക്കെ ഇടാം, അല്ലെങ്കിൽ നിനക്ക് വാങ്ങിക്കാം. വേറെ ഒന്നുമില്ല, കുറച്ച് കഷ്ടപ്പെട്ട ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും സീരിയസ്ലി. പിന്നെ നമുക്കെല്ലാം ഈസി ആയിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. ഫാസ്റ്റ് ഫുഡ്സ്, ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൊള്ളാം കേട്ടോ. ഞാൻ കുടിച്ചു നോക്കി. നമ്മൾ കുടിക്കുന്ന റിയൽ ചുക്കാപ്പി പോലെ തന്നെയാണ്.
അവൻ്റെ പൊടി മിക്സ് കൊള്ളാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് പൊടി എടുത്തിടുക, കുടിക്കുക, അത്ര ഇത് കൊള്ളാം. ഇത് വേറെ പിടിയാനേട്ടാ, നിഹാര. അത് രണ്ട് നിൻ്റെ ഫ്രണ്ട്സ് ആണല്ലേ നേരത്തെ കണ്ട? മറ്റേ തന്നെ പഠിപ്പിച്ച സാറാ. അടിപൊളി. എടാ നീ സാറിനെ കാട്ടിയായല്ലോടാ, നീ സാറിനെ കാട്ടിയായല്ല. ലേഡീസ് സെക്ഷൻ എടാ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത ലക്കി ഡ്രോ ഉണ്ട് കേട്ടോ. കമല സിൽക്ക് ഞാൻ വീട്ടിൽ പോയതാ. പേടിയിടാ അതൊക്കെ. ഗേൾ ഫ്രണ്ട് ഉണ്ട് കൊടു. എടാ ആന, ഒറ്റയാൻ. ഓ മൈ ഗാഡ്സ്. ആന 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 എനിക്കൊരു വീക്ക്നെസ്സാണ്, തുമ്പിക്കൈ. ഓ മൈ ഗാഡ്സ്, എന്താ സാധനം. ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് കയറിയത്. ഒറ്റയാൻ തടിയിലുണ്ടാക്കിട്ടാ. കൊള്ളാം. എന്ത് സംഭവം എന്താ? കട്ടിംഗ് ബോർഡ്. ഇത് ഫുള്ള് തടിയിലാണോ? ഓ നല്ല ഷേപ്പ്. കൊള്ളാം. ഇത് തടിയിലാണ്, മങ്കേടി ലൂഫീര നമ്മളത്. ഇതിലാണെങ്കിൽ ഫോട്ടോ വയ്ക്കേണ്ട. ഇത് പെയിൻ്റ് അടിക്കുന്നത്, പെയിൻ്റ് അടിച്ച സെറ്റാണ്. തടിയിലെ ഡിസൈൻ ഉണ്ട്. കമാ ഹായ്. തേന് കുപ്പി, പാൻട്രി. എന്താടാ തേനാണോ? ഹായ്. ട്രോഫി തറി. ഹായ്. ഫുഡ് ഐറ്റംസാണ് ഇതിപ്പോൾ. ഈ വീഡിയോ നോക്കണം, താഴെ ചെളി നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ക്യാൻസർ. ഞാനിതെല്ലാം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്ലോഗ് ഇതാണ്. സാധാരണ പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഏതാ ഇതെല്ലാം ഫുഡിൻ്റെ ഐറ്റംസാണ് കേട്ടോ. ഓ പിന്നെ അളിയെന്താ വേവിക്കുന്നു, കവർ പോയിട്ടൊന്ന് കൊടുക്കുന്നു, പോകും. കമാൻ. ഇവിടെ ഫുഡ് ഏരിയയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഫുഡും കഴിക്കുന്ന ഏരിയയാണ്. ആ ഐസ്ക്രീം, ഐസ്ക്രീം പഠിച്ചാലോ? തണുത്ത ചുമ. വാ. അഹങ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ഇച്ചിരി നേരത്തെ പറഞ്ഞത് ഡയറ്റോ? ഹായ്. നല്ല പോച്ച. ഇവിടെ എല്ലാം ജ്യൂസ് കട, ബെവറേജസ്, പേര്. ഇത് ഡീജയുടെ ബാക്ക് വശമാണ് കേട്ടോ. നിങ്ങൾ ഫ്രണ്ട് വശമല്ലേ കണ്ടിട്ടുള്ളൂ, ഡീജയുടെ ബാക്ക് വശം. നമ്മളിങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് പലരും കാണിച്ചു തരും. എല്ലാവരും സാധാരണ ഡീജയുടെ ഫ്രണ്ടല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഡീജയുടെ ബാക്ക് കാണിച്ചു കൊടുക്കും. ബാക്ക് കണ്ടിട്ടില്ലല്ലോ, എക്സ്ക്ലൂസീവ് ആണ്. പണ്ടാരം നടന്നു വന്നപ്പോൾ അത്രയും പാടില്ല, നടന്ന് തിരിച്ചു തരണം. ബ്ലോഗ് ശരി തന്നെ എന്നും പറഞ്ഞ് നടക്കണ ദിവസമാണ് ഈ തയ്ക്കാൻ പറ്റാത്ത. അതിനും കൂടെ ഇനി എന്തെങ്കിലും വെക്കണം. ഒരു ക്യാമറ ഡ്രോണിൽ പറത്തിയിട്ട് ഫുള്ള് കറങ്ങി എടുത്ത് നെഞ്ഞതിങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. എടാ അതൊക്കെ പൈസ ഇവിടെ, അതൊക്കെ കൊടുല് പൈസയാണ്. അങ്ങനത്തെ ഒരു ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊള്ളാം. നന്നായി വാ, നന്നായി വാ. ഇവന്മാര് ബൈക്കേഴ്സിന്റെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ പരസ്യം കൊടുത്തിരിക്കുന്നത്? കംപ്ലീറ്റ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. മറ്റേ തളർന്നറ ആംബുലൻസ് നിലവിലെ ശബ്ദമിടൂ. അങ്ങനെ നമ്മൾ താഴെയെല്ലാം കണ്ട് നടന്ന് തിരിച്ചു കയറി. തളർന്ന് ആകപ്പാടെ ഒരു 500 മീറ്ററിനകത്തേ നടന്നുള്ളൂ. എന്നിട്ട് ആയിപ്പോയിക്കാൻ ഇങ്ങനെ പോവാം. അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് DJ ദാസപ്പന്റെ ജപ്പാൻ. ദാസപ്പനും ജപ്പാറും തമ്മിൽ നടക്കണ പാർട്ടി, DJ പാർട്ടി. പടികൾ മെല്ലെ മെല്ലെ ഇറങ്ങി DJക്ക് എന്തൊരു മൈലും കേൾക്കാൻ പറ്റുമോ?
இந்த கரடியை பிடிச்சிட்டேன். அந்த கரடி தான் இந்த கெடும்பன். അമ്പ വിട്ടാ മിസ് ജസ്റ്റ് മിസ്. അങ്ങനെ ആ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ എത്തി ഫ്രണ്ടിൽ നിന്ന് മാറണ്ടേ. എനിക്ക് കിടന്ന് വെട്ടാൻ വയ്യ, ഭയങ്കര പാടാണതൊക്കെ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സ്വന്തം കുടിയിലേക്ക് യാത്ര ചെയ്യും. ചെവിയിലെന്തോ സ്വർഗം കിട്ടിയ മാതിരി. ഇവിടെ നിന്ന് ഒരു മൈൻ കേൾക്കാൻ വയ്യായിരുന്നു. എന്തായാലും അത് കഴിയും. കൊള്ളാം. അപ്പോൾ ബൈ ഗായ്സ്, പിന്നെ കാണാം. എപ്പോഴെങ്കിലും കാണാം.